ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ച് കൈനീട്ടമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി സദ്യയൊക്കെ കഴിച്ചത് അങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വിഷു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് പ്രാവശ്യം വിഷു ആഘോഷിച്ചത്. അവരുടെ വീട് വെച്ചിട്ടുള്ള ആദ്യത്തെ വിഷു, ഞങ്ങളുടെ കുഞ്ഞാവ വന്നിട്ടുള്ള ഫസ്റ്റ് വിഷു, അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു വിഷു കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചേച്ചിയുടെ പുതിയ വീട്ടിൽ തന്നെ ഇപ്രാവശ്യം എല്ലാവർക്കും കൂടെ ചേർന്ന് വിഷു ആഘോഷിക്കാമെന്ന്. അപ്പോൾ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചിന്തച്ചേട്ടനും കുഞ്ഞാവയും കൂടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രി 10:30 ആയി കേട്ടോ. അപ്പോൾ നമുക്ക് പകലൊക്കെ കുറച്ച് തിരക്കായി പോയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ രാത്രി ഒരു 7:30 ആയ സമയത്താണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയത്. ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം പല കടകളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എത്തിയപ്പോഴത്തേക്കും തന്നെ മണി 10:30 ആയി. കണിക്കൊന്നയൊക്കെ നമുക്ക് വീടിനടുത്ത് നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ചധികം കണിക്കൊന്നകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു മരം പോലെയൊക്കെ കൃഷ്ണൻ്റെ ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. കണിക്കൊന്ന അത്രയും അങ്ങനെ കണിക്കൊന്ന വെച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം കൂടെ ഞാനും ചേട്ടനും ചേച്ചിയും കുഞ്ഞുട്ടനും കൂടെ നിന്നിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തു. കുഞ്ഞാവ അമ്മയുടെ കയ്യിലായിരുന്നു. അപ്പോൾ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ തന്നെ മണി 12 ആവാറായി. 12 ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആയല്ലോ, വിഷു സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 12 മണിക്കുമ്പോൾ തിടുക്കപ്പെട്ട് തന്നെ പെട്ടെന്ന് എല്ലാ കണിയെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. അപ്പോൾ ചിന്തുചേട്ടൻ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് കണിയെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷം കുഞ്ഞൂട്ടനതാ ചേച്ചി കണ്ണ് പൊത്തി കൊണ്ടുവന്ന് കണി കാണിപ്പിക്കുകയാണേ. ഞാനാണെങ്കിൽ കുഞ്ഞാവ ഉണരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി കാവലിരിക്കുകയാണ് കേട്ടോ. കാരണം അവൻ കണ്ണ് തുറക്കും മുമ്പ് തന്നെ കണ്ണ് പൊത്തി എടുത്തുകൊണ്ട് വന്ന് കണി കാണിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അനങ്ങിയപ്പോൾ തന്നെ കണ്ണ് തുറക്കുമെന്ന് മനസ്സിലായി. ഞാൻ പതുക്കെ എടുത്തുകൊണ്ട് വന്ന് കണിയൊക്കെ കാണിപ്പിച്ചു. കണ്ണ് തുറന്നത് നേരെ കൃഷ്ണൻ്റെ മുഖത്ത് തന്നെ അവൻ നോക്കി. അവൻ്റെ ഫസ്റ്റ് വിഷുവാണ്. നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് വിഷുവിന് നമ്മൾ ആഘോഷിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളെല്ലാവരും. അത് കഴിഞ്ഞതാ അമ്മ കൈനീട്ടം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതാ ചിന്തുചേട്ടൻ അവന് കൈനീട്ടം കൊടുത്തു. അപ്പോഴത്തേക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി ഇങ്ങനെ കൈനീട്ടമൊക്കെ വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവന് കൈനീട്ടം കൊടുത്തു. അത് കഴിഞ്ഞ് ചേച്ചി കൈനീട്ടം കൊടുത്തു. അപ്പോൾ നമ്മൾ കണിയൊക്കെ കണ്ട് പോയി കുളിച്ച് ഫ്രഷായി നിന്നപ്പോഴത്തേക്കും അച്ഛൻ വന്നു. കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അച്ഛൻ വരുന്നത്. കാരണം കനത്തിന് കൈനീട്ടം കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നു, നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നു. കുഞ്ഞൂട്ടനുമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കൈനീട്ടം കിട്ടിയിട്ട് എല്ലാം കൊണ്ട് ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാവയും കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞതാ കുഞ്ഞൂട്ടന് നമ്മളെല്ലാവരും കൂടെ കൈനീട്ടം കൊടുക്കുകയാണേ. അപ്പോൾ കൈനീട്ടം എല്ലാം കൊടുത്ത ശേഷം പിന്നെ കുഞ്ഞൂട്ടനും ദേവൂട്ടനും രണ്ടുപേരെയും കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ച് ഭഗവാനെയൊക്കെ തൊഴിയിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കുഞ്ഞാവയും കൂടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെയാണല്ലോ. അവിടെ പോയി അവിടുന്ന് കൈനീട്ടവും വാങ്ങിച്ചു, കൈനീട്ടം കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ വീണ്ടും തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാത്തിരിക്കുന്നത് ഒന്നാമത്തെ കൈനീട്ടവും ഇപ്പോൾ രണ്ടാമത് ഈ കുഞ്ഞാവകളെ കൃഷ്ണനായിട്ട് ഒരുക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ഏറ്റവും വലിയ കാത്തിരിപ്പ്. അപ്പം ദേവൂട്ടനെയും കുഞ്ഞൂട്ടനെയും കൃഷ്ണനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടെ, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞൂട്ടൻ ഇപ്പം അവന് 4 വയസ്സായല്ലോ. അപ്പോൾ അവൻ എടാ ഒരുക്കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മര്യാദയ്ക്ക് നിന്നൊക്കെ തരും. അപ്പോൾ അവനെ ഒരുക്കാൻ എളുപ്പമാണ്. ഞാൻ വെച്ച് ദേവൂട്ടനെ ഒരുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരുമെന്ന്. പക്ഷേ ഭാഗ്യത്തിന് അവൻ നല്ല സഹകരിച്ചു. വളരെ സിമ്പിളായിട്ട് തന്നെ അവനെ ഒരുക്കാൻ പറ്റി. അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, മിണ്ടാതെ നിന്ന് നമ്മൾ ഒരുക്കി. ആദ്യം കുഞ്ഞാവയുടെ കുറേ ഫോട്ടോഷൂട്ടെല്ലാം എടുത്തു. അത് കഴിഞ്ഞ ശേഷം കുഞ്ഞൂട്ടന് ഫോട്ടോഷൂട്ട്. അപ്പോൾ കുഞ്ഞൂട്ടൻ ഒരുങ്ങാൻ സഹകരിക്കുമെങ്കിലും ഫോട്ടോഷൂട്ടിന് തീരെ സഹകരിച്ചില്ല. പിന്നെ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവനെ രാധയാക്കിയും കൂടെ ഒരുക്കി. ദേവൂട്ടനെയും കൂടെ രാധയാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ടയേർഡായി ഉറങ്ങിപ്പോയി. കുഞ്ഞൂട്ടനെ നമ്മൾ രാധയാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം. ഇനി നമ്മൾ വൈകിട്ടിരുന്ന് കിട്ടിയ വിഷുക്കണിയെല്ലാം വേണ്ടി തിട്ടപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്